പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ആട് 3യെ പറ്റി ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചത് തിങ്കളാഴ്ച കൊണ്ട് 100 കോടി കടക്കും എന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത്. ആട് 3 നമ്മുടെ മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത് ജയസൂര്യ ഷാജി പാപ്പനായിട്ട് വന്ന ചിത്രമാണ് ആട് 3. ആട് 3യുടെ കളക്ഷൻ ഇന്നലെ നമ്മൾ വിചാരിച്ചു തിങ്കളാഴ്ച ദിവസം കൊണ്ട് ഈ ചിത്രം 100 കോടി കടക്കും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷെ കടന്നില്ലടി. എന്ത് ചെയ്യാനാണ്, നമ്മൾ കണക്കുകൂട്ടൽ ആകെപ്പാടെ തെറ്റിപ്പോയി എന്നുള്ളതാണ്. തിങ്കളാഴ്ച ഈ ചിത്രം വീണതുപോലെ കാണിക്കുന്നുണ്ട്. വീണു എന്ന് പറയാൻ പറ്റത്തില്ല അല്ലേ, മികച്ച രീതിയിലുള്ള കളക്ഷനാണ്. പക്ഷേ തിങ്കളാഴ്ചത്തെ ശനിയാഴ്ചത്തെ അപേക്ഷിച്ച് ഈ ചിത്രത്തിൻ്റെ കളക്ഷൻ പാടെ ഡിമ്മായിട്ടുണ്ട്. അതുതന്നെയാണ് ഇന്നലത്തെ കളക്ഷൻ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഏകദേശം 7.5 കോടി 8 കോടി റേഞ്ചിലാണ് ചിത്രം ഇന്നലെ തിങ്കളാഴ്ച ദിവസം കളക്ട് ചെയ്തത്. ചൊവ്വാഴ്ച ഈ കളക്ഷൻ വീണ്ടും ഇടിയാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇന്നും ഇത് 100 കോടി കടക്കാനുള്ള സാധ്യത കാണുന്നില്ല. പിന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം എന്ന് പറയുന്നത് ആട് 3യുടെ ട്രാക്കർമാർ നൽകിയ ഒരു കണക്കുണ്ട്. അതും പ്രകാരം ആദ്യ ദിനം 18 കോടി 1 ലക്ഷം, രണ്ടാമത്തെ ദിവസം 24 കോടി 64 ലക്ഷം. അതാണ് മികച്ച രീതിയിലുള്ള കളക്ഷൻ. മൂന്നാമത്തെ ദിവസം 23 കോടി 65 ലക്ഷം. നാലാമത്തെ ദിവസം പ്രതീക്ഷിച്ച 25 കോടിയൊക്കെ ആണെങ്കിലും പക്ഷെ കിട്ടിയത് 16 കോടി 21 ലക്ഷം രൂപ മാത്രമാണ് എന്നാണ് ട്രാക്കർമാർ പറയുന്നത്. അതാണ് നമ്മുടെ പ്രതീക്ഷകൾ ആകെപ്പാടെ തെറ്റിച്ചത്. അങ്ങനെ 82 കോടി 53 ലക്ഷം രൂപയാണ് ഞായറാഴ്ച വരെയുള്ള ട്രാക്കർമാർ നൽകുന്ന കണക്ക്. ഔദ്യോഗിക കണക്കും പ്രകാരം 87 കോടിയുടെ പോസ്റ്റർ അവർ അച്ചടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിങ്കളാഴ്ച ദിവസം ഈ ചിത്രം പ്രതീക്ഷിച്ച തുകയെന്ന് പറയുന്നത് ഏകദേശം 10 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിച്ചെങ്കിലും 7.5 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ പറ്റുന്നത്. കേരളത്തിൽ നിന്ന് ഈ ചിത്രം കളക്ട് ചെയ്ത് 3.5 കോടി രൂപയ്ക്ക് മുകളിലാണ്. അങ്ങനെ കേരള കളക്ഷൻ 31 കോടിയിലേക്ക് എത്തുന്നു. ഇന്ത്യ ഗ്രോഫായിട്ട് കാണിക്കുന്നത് ഏകദേശം 35 കോടിയോളം. വേൾഡ് വൈഡായിട്ട് ട്രാക്കർമാർ നൽകുന്ന കണക്കും പ്രകാരം ഏകദേശം 90 കോടിക്ക് മുകളിലുള്ള തുകയാണ് ലഭിച്ചിരിക്കുന്നതായിട്ടാണ് അറിയാൻ പറ്റുന്നത്. ആഴ്ചയായി ഇന്നും തിങ്കളാഴ്ചത്തെ അപേക്ഷിച്ച് കളക്ഷൻ കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് കൊണ്ട് 100 കോടി തികയ്ക്കത്തില്ല. അങ്ങനെയെങ്കിൽ ബുധനാഴ്ച 100 കോടി തികയുന്ന ജയസൂര്യ ചിത്രമായി മാറുന്നുണ്ട്. അപ്പം അവധി ദിവസങ്ങൾ പിന്നിടുമ്പം പൊതുവെ ഒരു ഡിമ്മ് കാണുന്നുണ്ട് അല്ലേ. പരീക്ഷാകാലമല്ലേ അല്ലേ, പരീക്ഷാകാലമൊക്കെ മാറി വർക്കിംഗ് ഡേയും ഒക്കെ ആയിട്ട് മാറുമ്പോൾ അതിൻ്റേതായ കളക്ഷൻ കുറവ് കാണുന്നുണ്ട്. ഏതായാലും വിദേശ രാജ്യങ്ങളിലൊക്കെ സ്ക്രീൻ കൗണ്ട് കൂട്ടിയിരിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. മികച്ച രീതിയിലുള്ള കളക്ഷൻ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഒരു വാർത്ത പുറത്തു വരുന്നത് ആട് 3യുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഇതിൻ്റെ ബഡ്ജറ്റ് എത്രയാണ് എന്നറിയാനുള്ള താല്പര്യം എല്ലാവർക്കും ഉണ്ടാകും. പൊതുവേ ചിത്രം കോടികൾ നേടിയാലും ബഡ്ജറ്റ് കൂടുതലാണെങ്കിൽ ഇത് വിജയിക്കണമെന്നില്ലല്ലോ. ആ അവസ്ഥ തന്നെയാണ് ആട് 3ക്കും നേരിടുന്നത്. വമ്പൻ കളക്ഷനൊക്കെ നേടിയെങ്കിലും ഇപ്പോഴും ലാഭം തിരിച്ചു പിടിച്ചിട്ടില്ല എന്നാണ് അറിയാൻ പറ്റുന്നത്. ലാഭമല്ല, മുതൽ പോലും. കഴിഞ്ഞ ദിവസം നിർമ്മാതാവ് വിജയബാബു പറഞ്ഞ കണക്കും പ്രകാരം ഞായറാഴ്ച കിട്ടിയ തുകയുടെ 87 കോടിയായിരുന്നു കിട്ടിയത് ഔദ്യോഗിക കണക്കും പ്രകാരം. അതിൻ്റെ 70-75% ബഡ്ജറ്റ് ആയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പരോക്ഷമായി സൂചിപ്പിച്ചത്. അങ്ങനെയെങ്കിൽ 65 കോടിയോളം ഇതിൻ്റെ ബഡ്ജറ്റ് ആയിട്ടുണ്ട്. 65 കോടിയുള്ള ഒരു ചിത്രത്തിൻ്റെ വിജയം, 65 കോടി ബഡ്ജറ്റുള്ള ഒരു ചിത്രത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് ഏകദേശം 130 കോടിയെങ്കിലും നേടിയെങ്കിൽ മാത്രമേ വിജയിക്കാൻ പറ്റുള്ളൂ എന്നാണ് സിനിമാ മേഖലയിലുള്ളവരൊക്കെ പറയുന്നത്. അങ്ങനെയെങ്കിൽ ആട് 3 വിജയ ചിത്രമാകാൻ വേണ്ടി ഇനിയും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ OTT ഒക്കെ വിറ്റുപോയി കാണും. അങ്ങനെ വിജയ ചിത്രമാകാനുള്ള സാധ്യതയുണ്ട്. എന്നാലും വമ്പൻ കളക്ഷനുമായിട്ട് നേടിയാണ് മുന്നേറുന്നത്. വരും ദിവസങ്ങളിൽ 100 കടന്ന് 150 കടന്ന് 200 ഒക്കെ കടക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം അല്ലേ. നമുക്ക് അങ്ങനെയല്ലേ ആഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ആട് 3 എന്ന് പറയുന്ന ചിത്രം വലിയ ഹൈപ്പിൽ വന്നു. അതിനനുസരിച്ചുള്ള കളക്ഷൻ നേടാൻ പറ്റുന്നുണ്ട്. ജയസൂര്യയുടെ ഒരു ചിത്രം 100 കോടിയിലേക്ക് വരുന്നു എന്നുള്ളതും ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. അത് എന്നാണ് എന്നറിയാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഒരുപക്ഷെ ഇന്നാകാം, അല്ലെങ്കിൽ നാളെയാകാം. കാത്തിരിക്കാം, കാത്തിരുന്ന് കാണാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ, ബൈ.